Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഈ സുദിനത്തിൽ അഭിവാദനം ചെയ്യുകയാണ്. യൂട്യൂബിലൂടെ വചനം ശ്രവിക്കുന്ന ഓരോ മക്കളുടെ മേലും വലിയ ദൈവകൃപ നിറയാൻ അട്ടപ്പാടിയിലിരുന്ന് ടീം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നുറകെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ വഴികളെ വിശ്വസിക്കാൻ അങ്ങയുടെ വഴികളെ വിശ്വസിക്കാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കണമേ. എന്റെ ഹൃദയത്തെ ഒരുക്കണമേ. എൻ്റെ അഹംഭാവവും എന്റെ അഹംഭാവവും എൻ്റെ നെഗളവും എന്റെ നിഗളവും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് പറിച്ചു കളഞ്ഞ് അവിടുന്ന് പറിച്ചു കളഞ്ഞ് എന്നെ വിശുദ്ധീകരിക്കണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കസേര സ്വസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ നമുക്കിരിക്കാം. സന്തോഷത്തിലെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ അച്ഛൻ്റെ കൂടെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കണം. അതിനുശേഷം അച്ഛൻ ഇരിക്കാൻ പറയും. അപ്പോഴാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. ഇത് ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുന്നത് പോലെ ദൈവജനം ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു ശുശ്രൂഷയാണ് മീഡിയയിലൂടെയുള്ള വചന ശുശ്രൂഷ. സന്തോഷത്തിന് പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സന്ദേശങ്ങൾ വിശ്വസിക്കണം. വി ഹാവ് ടു ബിലീവ് ദ മെസ്സേജസ് ഓഫ് ഹോളി സ്പിരിറ്റ്. സന്ദേശങ്ങളെ നാം വിശ്വസിക്കണം. വേറൊരു വാക്കി പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലൂടെ ചില വെളിപ്പെടുത്തലുകൾ, ചില മെസ്സേജുകൾ നമുക്ക് തരും. ആ സന്ദേശങ്ങളെ നാം വിശ്വസിച്ച് പരിശുദ്ധാത്മാവിന് മുമ്പിൽ എളിമപ്പെടണം. അവിടെ വലിയ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പസ്തോല പ്രവർത്തനത്തിൽ 11-ാം അധ്യായം 27 28 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 11-ാം അധ്യായം 27 28 വാക്യങ്ങൾ. ഈ കാലത്ത് ജെറുസലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ ഹാഗബോസ് എന്നൊരുവൻ എഴുന്നേറ്റ് ലോകവ്യാപകമായ ഒരു വലിയ ക്ഷാമമുണ്ടാകും എന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പ്രവചിച്ചു. ക്ലൗദിയൂസിൻ്റെ ഭരണകാലത്ത് ഈ ക്ഷാമമുണ്ടായി. ഒരു മെസ്സേജ് ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഒരാൾക്ക് പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം കൊടുത്തു, ഒരു മെസ്സേജ് കൊടുത്തു. ആ വ്യക്തി അത് ഉറക്കെ പറഞ്ഞു. ഹാഗബോസ് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പറഞ്ഞു, ഇതാ ഒരു വലിയ ക്ഷാമം ലോകത്തിലേക്ക് വരാൻ പോകുന്നു. ഇതാ ഇന്ന സ്ഥലത്ത്, ഇന്ന രാജ്യത്ത്, ഇന്ന സംസ്ഥാനത്ത് വലിയൊരു ക്ലേശം, ഒരു ക്ഷാമം ഇതാ വരുന്നു എന്ന് വെളിപ്പെടുത്തി. ക്ലൗദിയൂസിൻ്റെ ഭരണകാലത്ത് ആ ഒരു മഹാക്ഷാമം, വലിയ ക്ഷാമം ഉണ്ടായി എന്ന് ബൈബിളിൽ അപ്പോസ്തല പ്രവർത്തനം 11-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. Acts chapter 11 verses 27 and 28. Now, in these days, prophets came down from Jerusalem to Antioch, and one of them, named Agabus, stood up and foretold by the Spirit that there would be a great famine over all the world. And this took place in the days of Claudius. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് എന്ന ഒരു വ്യക്തിയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് എന്ന പേഴ്സൺ, ആ വ്യക്തി, ഹീസ് പ്രസന്റ് ദർ. ആ വ്യക്തി അവിടെ ഉണ്ട്.
ആ വ്യക്തി വരാനിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തരും. ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സാറാമ്മ. ഞാൻ വെണ്ണിക്കുളത്ത് നിന്ന് വരുന്നു. എൻ്റെ മോന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയാൻ. മോന് വിവാഹമൊന്നും നടക്കാതെ വന്നു. ഒത്തിരി പ്രായമായി. എന്നോട് പലരും പറഞ്ഞ് സിയോൻ ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കുക, അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ വിവാഹം നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വന്നു. ഞാൻ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് മോനെ വിട്ടു. പിന്നെ ഞാനും ഭർത്താവും കൂടെ വന്നു. അപ്പോൾ അന്നേരം അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ച് 38 വയസ്സായി മകന് വിവാഹ തടസ്സം മാറി. അപ്പം ഞാനത് വിശ്വസിച്ച് പോയി. വീട്ടിൽ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കല്യാണാലോചന വന്നു. 38ാമത്തെ വയസ്സിൽ മോൻ്റെ കല്യാണം നടന്നു. മെയ് 4-ാം തീയതി. മകന് 38 വയസ്സായിട്ട് കല്യാണം നടക്കാതിരിക്കുക. ഓ പിതാവേ, പരിശുദ്ധാത്മാവേ, യേശുവേ, 38 വയസ്സായി. ചിന്തിച്ചു നോക്കിയേ. അത് മാതാപിതാക്കന്മാരുടെ വേദന ചിന്തിച്ചു നോക്ക്. മകന് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു വിഷമമുണ്ട്. പേരൻസിൻ്റെ ദുഃഖം ചിന്തിച്ചു നോക്കി. 38 വയസ്സായി. അപ്പോൾ ഇത് ഇവിടെ വന്നങ്ങോട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു വെളിപ്പെടുത്തൽ കർത്താവ് തന്നു. 38 വയസ്സായ ഒരു മകൻ്റെ വിവാഹ തടസ്സം എടുത്തു മാറ്റുന്നു എന്ന് ഒരു വെളിപ്പെടുത്തൽ കർത്താവ് തന്നു. നല്ല ദൈവവിശ്വാസമുള്ള, നല്ല യേശുവിനെ രുചിച്ചറിഞ്ഞ ഒരു പെൺകുട്ടീനെയാണ് കിട്ടിയത്. അതായത് നേരത്തെ എങ്ങാനും കല്യാണം കഴിക്കുകയാണെങ്കിൽ വല്ല പരിഷ്കാരി ഏതെങ്കിലും സ്ഥലത്ത് കയറി വന്ന് കുടുംബം നശിപ്പിച്ചേനെ. എന്നാൽ 38 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എന്തായി? കർത്താവ് നല്ല കൃപയും ദൈവസ്നേഹവും ദൈവത്തെ അറിഞ്ഞ ഒരു കുട്ടിയെ ജീവിതം പങ്കാളി കൊടുത്തു. കുടുംബത്തിൽ പേരൻസിന് വലിയ സന്തോഷം, എല്ലാവർക്കും സന്തോഷമായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു മെസ്സേജ് പറയുന്ന സമയത്ത് അവിശ്വാസം നമുക്കുണ്ടാവും. ഇതൊക്കെ 38 വയസ്സുള്ള ഒരു മകന് കല്യാണം നടക്കണമെന്ന് പറയാൻ എന്താ ബുദ്ധിമുട്ടെന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും. ഇത് അങ്ങനെയല്ല. ആത്മീയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ കർത്താവിനെ ആശ്രയിച്ച് കർത്താവ് ഒരു ഉൾക്കാഴ്ച, ഒരു ദർശനം തരണം. അങ്ങനെ ദർശനം തരുമ്പോഴാണ് അത് പറയണത്. ഒരു ഒരു വെളിപ്പെടുത്തൽ കർത്താവ് തരണം. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം, എന്റെയും ദൈവം, എന്റെയും ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് എന്നൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പ്രത്യേകതയാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ മുൻകൂട്ടി അറിയിക്കും. ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. യേശുക്രിസ്തു തന്നെ ഈ കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ഉം 14-ഉം തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ സ്വമേധയാ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകതയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. Hallelujah. Hallelujah. John chapter 16 verse 14. When the Spirit of the truth comes, he will guide you into all the truth. For he will not speak on his own accord, but whatever he hears, he will speak, and he will declare to you the things that are to come. He will reveal you. He will declare you the things that are to come. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും.
പ്രിയപ്പെട്ട ദൈവമക്കളെ, എഴുന്നേറ്റ് നിൽക്കാം. ഇത് വിശ്വസിക്കുക. ഇത് വിശ്വസിച്ചാൽ അതുപോലെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായി പല കാര്യങ്ങൾ വെളിപ്പെടും. ഒരു കാലത്ത് ഈ കാര്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഞാനിത് വിശ്വസിച്ചു. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നവനാണ്. പരിശുദ്ധാത്മാവ് സംസാരിക്കും. പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കണം. ഈ വെളിപ്പെടുത്തൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ വെളിപ്പെടുത്തൽ കിട്ടാൻ വേണ്ടി നാം വിളിച്ചപേക്ഷിക്കണം. ജെറമിയ 33 അധ്യായം 3 തിരുലിഖിതം. ജെറമിയ 33:3, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക. കോൾ അപ്പോൺ മീ, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ രഹസ്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തി തരും. ഐ വിൽ ഗിവ് യു റെവലേഷൻ, ഐ വിൽ റിവീൽ ടു യു. ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. കർത്താവിൻ്റെ വാഗ്ദാനമാണ്. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കാനൊരു കൃപ, സന്ദേശങ്ങളിൽ വിശ്വസിക്കാനൊരു കൃപ. ആരെങ്കിലും പ്രാർത്ഥന ഗ്രൂപ്പിലോ ധ്യാനത്തിലൊരു മെസ്സേജ് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനും അത് വിവേചിച്ച് അത് ഗ്രഹിച്ചെടുക്കാനുമുള്ളൊരു കൃപ ദൈവമേ നൽകണമേ. എല്ലാ അവിശ്വാസങ്ങളെയും പറിച്ചു കളയണമേ. എല്ലാ നിഷേധത്തരങ്ങളും പറിച്ചു കളയണമേ. എല്ലാ മുട്ടായുക്തികളെ അവിടുന്ന് പറിച്ചു കളയണമേ. കൃപ നിറയ്ക്കണമേ, കൃപ നിറയ്ക്കണമേ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, അരൂപിയേ, അരൂപിയേ, കൃപ നിറയ്ക്കണമേ, കൃപ നിറയ്ക്കണമേ. അഭിഷേകം നിറയ്ക്കണമേ, അഭിഷേകം നിറയ്ക്കണമേ. മുട്ടായുക്തിയുടെയും മാർക്കടമുഷ്ടിയുടെയും മല്ലടിക്കുന്ന പ്രകൃതത്തിന്റെയും അനുസരണക്കേടിന്റെയും ശക്തികളും അരൂപികളും ആധിപത്യങ്ങളും വിട്ടുമാറി പോട്ടെ. ഹല 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 ഹല. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 16:13, അവൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക. ജീവിതത്തിന് വലിയ ഉയർച്ചയുണ്ടാവും. പരിശുദ്ധാത്മാവ് കൂടെ നടക്കും. അവൻ സംസാരിക്കും. അവൻ്റെ വാക്കുകളെ വിശ്വസിക്കണം. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് നമ്മെ തടസ്സപ്പെടുത്തുന്ന പിശാചിൻ്റെ പീഡയാണ് അവിശ്വാസം. അവിശ്വാസം, എതിർ ചിന്ത, വഷള സ്വഭാവം, മൂഢത, മല്ലടിക്കുന്ന പ്രകൃതം, വിമത സ്വഭാവം, റിബല്യസ് നേച്ചർ, ഭക്തിരാഹിത്യം, ഭക്തിയില്ലാത്ത ലോകാരൂപി നിറഞ്ഞ ഹൃദയം. വിശ്വസിക്കാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റില്ല. ലോകത്തിൻ്റെ അരൂപിയാണ് അവിടെ ഇരിക്കുന്നത്. ഈ സമയം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം തരാൻ പോവുകയാണ്. എൻ്റെ മക്കളെ, മുട്ടുകുത്തി രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. പരിശുദ്ധ യേശുവേ, അങ്ങയുടെ നാമത്തിൽ സാത്താൻ ഇടിവിനൊരുപോലെ ഇപ്പം നിബന്ധിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അവിശ്വാസം വിട്ടുപോകട്ടെ, ഭക്തിരാഗത്തും വിട്ടുപോകട്ടെ. ഇങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകളെ ഇകഴ്ത്തുക, പുച്ഛിക്കുക, നിന്ദിക്കുക, അങ്ങനത്തെ അരൂപികളെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പോട്ടെ. വിശ്വാസത്തിൻ്റെ അരൂപിയെ നിറയ്ക്കണമേ, വിശ്വാസത്തിൻ്റെ അഭിഷേകത്തെ നിറയ്ക്കണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ നിലവിളിച്ച് യേശുവിൻ്റെ നാമത്തെ വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഈ കുടുംബങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ, അവിശ്വാസങ്ങൾ തകരട്ടെ, അന്ധവിശ്വാസങ്ങൾ തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ,